കാരണം കുച്ചു അച്ഛനെ ചവിട്ടിയതും അച്ഛന്റെ കൊമ്പോട് സംസാരിക്കപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പറ്റില്ല, എനിക്ക് അമ്മോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ പറ്റില്ലാന്ന് അവര് പറഞ്ഞു. അവര് ഫോൺ കൊടുത്തില്ല. നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിച്ചുവിനെ പറ്റിയാണ്. കിച്ചുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അന്വേഷണ വ്ലോഗിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, അന്വേഷണ വ്ലോഗ് മാത്രമല്ല വേറെ കുറേ ആൾക്കാരൊക്കെ എന്തൊക്കെയൊക്കെ കിടന്ന് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ തെറ്റ് പറ്റി, ഓക്കെ, ആ തെറ്റ് തിരുത്തി വരാനായിട്ട് കാണിക്കുന്ന മനസ്സിനെയല്ലേ നമ്മൾ നോക്കേണ്ടത്. അവർ വീണ്ടും തിരുത്തി വന്നിച്ച് വീണ്ടും അതേ പാതയിലൂടെ പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്കത് പറയാം. പക്ഷെ തെറ്റ് തിരുത്തി വന്ന ആളെ വീണ്ടും 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 മോശമാക്കുന്നത് നല്ല കാര്യമാണോ? എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല നല്ല കാര്യമാണെന്നുള്ളത്. നിങ്ങൾ പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഞാൻ ഈ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കിലൂടെയെങ്കിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് കിച്ചുവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ അന്വേഷണ വ്ലോഗ് വന്നിച്ച് പറഞ്ഞേക്കുന്നത്. അത് കിച്ചുവിന് എനിക്കൊന്നൊരു 16-17 വയസ്സുള്ള സമയത്ത് അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ആ സമയത്ത് നടന്ന കാര്യങ്ങൾ ഒക്കെയാണ് ആ കൊച്ചിനിലേക്ക് അടിച്ചേൽപ്പിച്ച് അതിനെ ഇങ്ങനെ മോശമാക്കി. എനിക്ക് തോന്നുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, കിച്ചു ബിഗ് ബോസിൽ പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒരുപെട്ട എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം അവരുടെ യാത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു. അത് ബിസിനസ്സിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഓഡിഷൻ വല്ലതും പോയതാണോ ബിഗ് ബോസിൻ്റെ എന്ന് അറിയാനൊക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കിച്ചുവിന് അതിൽ സെലക്ട് ആയാൽ ഭയങ്കരമായിട്ടും ഒരുപാട് നെഗറ്റീവ് വരുമോ എന്ന് പലരും പേടിക്കുന്നുണ്ട്. പേടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ ചെന്നാൽ നമ്മളുടെ ലൈഫ് സ്റ്റോറി പറയുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്തൊന്നും മറച്ചു വെക്കാതെ എല്ലാവരും തുറന്നു പറയുന്ന കാര്യങ്ങളാണ്. എല്ലാ മനുഷ്യരും അവരവരുടെ വീട്ടിലുള്ളവർ പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസിൽ വന്നിച്ച് അവർ പറയുന്നത്. അങ്ങനെ ഒരു അവസരം കിച്ചു കയറിപ്പോയാൽ കിച്ചു അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുമോ എന്ന് പലരും പേടിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അതിനെതിരെ കേസ് കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളാക്കിക്കൊണ്ട് ശക്തമായിട്ട് നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ കയറി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷേ കിച്ചു നല്ലപോലെ അതിനകത്ത് നിൽക്കും. കാര്യം എന്നു വെച്ചാൽ നല്ലൊരു കലാകാരനുണ്ട് ആ ഉള്ളിൽ. ഒരുപാട് ഇപ്പം വീഡിയോസ് ഇറങ്ങുന്ന എല്ലാം ഉണ്ടല്ലോ, സുധിച്ചേട്ടനെ പോലെ തന്നെ ഇരിക്കും ചില വീഡിയോസൊക്കെ ചെയ്യുന്ന കണ്ടാൽ. അത്രയ്ക്ക് നാച്ചുറലായിട്ട് അവൻ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഓരോ കാര്യങ്ങളിലും അവൻ നല്ല അവൻ്റെ ഒരു പാത അത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. എല്ലാം ഈ ഒരു പ്രായത്തിൽ അവൻ ജീവിക്കണം, കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം, മറ്റുള്ളവരുടെ അടുത്ത് ഒന്നിനും പോകല്ലേ എന്നുള്ള രീതിക്ക് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു പയ്യനാണ്. അപ്പോൾ അത് മാതൃക തന്നെയാണ് ആ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാണെങ്കിലും നമുക്ക് ഈ അനീഷ് വ്ലോഗ് പറയുന്ന കാര്യങ്ങൾ തൊട്ട് നമുക്ക് കേട്ടു പോകാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെയും പറയാവേ. കിച്ചുവിനെ അങ്ങ് സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, കിച്ചുവിനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ വിവരം അറിയുമെന്നാണ് ഈ ചേച്ചി പറയുന്നത്. എന്നാ പിന്നെ കിച്ചുവിനെ തൊട്ടവര് ഉണ്ട്. കിച്ചുവിന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. കിച്ചുവിനെ കുറിച്ച് പറയുന്ന ചില സത്യങ്ങൾ പ്രേക്ഷകരെ നിങ്ങളൊന്ന് അറിയണം. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം, അതൊന്ന് കണ്ടു. ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയവേ. ഈ കിച്ചുവിനെ പറ്റി ഇപ്പോൾ ഈ പറഞ്ഞില്ലേ തൊടുന്നവരെ, ഇത് റൂഹിജാൻ്റെ കാര്യമാണ് പറയുന്നത്. അത് റഫായുടെ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. റൂഹിജാൻ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ജെനുവിനായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. റൂഹിജാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങൾ നോക്കുമ്പം ഉറപ്പാണ് ഓരോ കാര്യങ്ങളും നമുക്കത് കറക്റ്റാണ് തോന്നിപ്പോകും. അപ്പം ആ ഒരു ആത്മാവ് ഒന്ന് സംസാരിക്കുന്നു, അതിലൂടെ അവർ ഓരോ കാര്യങ്ങൾ പുറത്തു വിടുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. അവർ ആ ഒരു ആത്മാവ് പറയുന്ന ഇതായിട്ട് അവർ പറഞ്ഞായിരുന്നു, കിച്ചുവിനെ ഉപദ്രവിക്കുന്നവർക്കെല്ലാം പണി കിട്ടും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അത് ഓരോരുത്തർക്കും ഓരോ രീതിക്ക് കിട്ടിയത് മറ്റുള്ളവരെല്ലാം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടുതലും സന്ദീപിൻ്റെ ചാനലിനകത്തൂടെയാണ് കൂടുതലും കാര്യങ്ങൾ. ഞാൻ ഈ റൂഹിജാനെ പറ്റി ഞാൻ അറിയുന്ന പോലും സന്ദീപിൻ്റെ ചാനലിനകത്തൂടെയാണ്. അപ്പം സന്ദീപിൻ്റെ ചാനലിനകത്തൂടെ ഇപ്പോഴും അതിൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ സന്ദീപ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നതിനെ പറ്റി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പം ഈ അനീഷ് പറഞ്ഞത്, പണി കിട്ടുമെന്ന് പറഞ്ഞത്. ഇനി വിശ്വാസമുള്ളവർക്ക് അത് വിശ്വസിക്കാം, വിശ്വാസമില്ലാത്തവർക്ക് അത് വിശ്വസിക്കാതിരിക്കാം. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും അത് വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കരുതെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെയുള്ള നമുക്ക് കിച്ചുവിനെ പറ്റി അവർക്ക് ഇത് റുഹിജാനല്ല പറഞ്ഞിട്ട് വേറൊരാൾ പറയുന്നതാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. ആ പൊട്ടിത്തെറിക്കാനിരിക്കുന്ന ആ ഒരു എന്നതാ വലിയ ഭൂകമ്പം മാതിരി പൊട്ടിത്തെറിക്കാനിട്ടിരിക്കുന്ന സംഭവം എന്നതാന്ന് നമുക്ക് നോക്കാം. ഈ കൊച്ചു ആയിരുന്നാൽ പോലും ആ വൃദ്ധപ്പനെ കണ്ടതിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തോണ്ട് പോകൂ. വീഡിയോ എടുക്കാനും പബ്ലിഷ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് പിന്നെ വ്ലോഗ് ഇടാൻ മാത്രമേ വൃദ്ധപ്പനെ കുച്ചു വന്നെടുക്കൂ. എന്തൊക്കെ പറഞ്ഞാലും രേണ നോക്കും പോലെ വൃദ്ധപ്പനെ കുച്ചു നോക്കൂല. കുച്ചു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് വൃദ്ധപ്പനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പം കുച്ചു കണ്ടന്റ് വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ കുച്ചു വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ കുച്ചു കണ്ടന്റിന് വേണ്ടി വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ ഈ പറയുന്ന ഋതപ്പനെ എടുത്തോണ്ട് പോകൂ. നമ്മൾ പലരും കിച്ചുവിൻ്റെ വീഡിയോസ് കാണുന്നവരാണ്, ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ പലരും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ വ്ളോഗിന് വേണ്ടിയാണ് കിച്ചു ഋതപ്പനെ കൊണ്ടുപോകുന്നതും ഋതപ്പനെ കൂടെ കൊണ്ടു നടക്കുന്നതും എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്ളോഗിന് വേണ്ടി ഒരാളാണെങ്കിൽ
കിച്ചു അല്ല ഋതപ്പൻ ഒരിക്കലും കിച്ചുവിനെ അത്രയും സ്നേഹിക്കത്തില്ല. കിച്ചുവിനെ കാണുമ്പോൾ ഋതപ്പൻ്റെ മുഖത്തൊന്നും എവിടുന്നാ ചിരി വരുന്നതെന്ന് അറിയത്തില്ല. അവൻ ഭയങ്കര ഹാപ്പിയാണ് കിച്ചുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക്. പിന്നെ ഈ ഋതപ്പനെ കാണാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. രേണുവിൻ്റെ വീഡിയോയിലൂടെ എന്ന് മുതലാണ് കിച്ചുവിനെ ഋതപ്പനെ നമ്മൾ കണ്ടു തുടങ്ങുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. രേണുവിൻ്റെ വീഡിയോയിലൂടെ അപൂർവങ്ങളിൽ നമ്മൾ ഋതപ്പനെ കണ്ടിട്ടുള്ളൂ. ഋതപ്പനെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. രേണുവിൻ്റെ റീലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ പലരും കിച്ചുവിനോട് പറയും ഓനെ ഋതപ്പൻ്റെ വീഡിയോ എടുക്കണം, അവിടെ ചെല്ലുമ്പോൾ കൊച്ചിനെ കാണിക്കണം എന്ന് പറഞ്ഞ് ഋതപ്പനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഈ കിച്ചു പോയി ഋതപ്പനെ കൊണ്ട് പോയി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും മേടിച്ചു കൊടുക്കുന്നതും ഒക്കെ അവൻ്റെ അനിയനെ ചെയ്യുന്നതാണ്. എത്രയോ പേരുണ്ട് ഇങ്ങനെ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ, ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളും മേടിക്കുന്നതൊക്കെ അവൻ അങ്ങനെ ഒരു അത് സ്ഥിരം ഒരു കണ്ടന്റ് അല്ലെന്ന് ഓർത്തണം ഈ ഋതപ്പനെയും കൊണ്ട് പോകുന്നത്. വല്ലപ്പോഴും അവിടെ ചെല്ലുമ്പം ആ കൊച്ചിനെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. അത് ഒരു കണ്ടന്റ് ആക്കി എടുത്തേക്കുവാണ് റീച്ചിന് വേണ്ടിയത്. കിച്ചു ഋതപ്പനെ ഒന്നും വേണ്ട കിച്ചുവിന് റീച്ച് കിട്ടാനായിട്ട്. കിച്ചുവിൻ്റെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ന് മാത്രം ഒരു ഹെഡിങ് വെച്ചാൽ മതി. കിച്ചുവിന് നല്ല റീച്ച് കിട്ടും. അത് കേൾക്കാൻ ആൾക്കാർ ഒരുപാടും ഉണ്ട്. പിന്നെ അവൻ്റെ കൂടപ്പുറപ്പിനെ വെച്ച് അവന് റീച്ച് ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഉണ്ടാക്കാനാണെങ്കിൽ അവനെ മാസത്തിൽ 2-3 പ്രാവശ്യം പോയി കണ്ട് അത് റീച്ചാക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ ആ ഒരു വീഡിയോ എടുത്തതും എല്ലാം ഒരു ദൈവത്തിൻ്റെ ഇത് നിയോഗമെന്നേ പറയത്തുള്ളൂ. പിന്നീട് രേണുവിൻ്റെ വായും തന്നെ വന്നു കിച്ചു ഋതപ്പൻ ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല, ഒരു സാധനമോ കൊച്ചിന് മേടിച്ചു കൊടുത്തിട്ടില്ലെന്ന്. അത് കണ്ടവരെല്ലാം മനസ്സിലായി. കിച്ചുവിൻ്റെ വ്ളോഗ് കണ്ടാൽ മതി, നമുക്കറിയാം. ഋതപ്പന് മാത്രമല്ല, കിച്ചു ഒരിക്കലും മറ്റു 2 കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. കിച്ചുവിന് ഋതപ്പനെ പോലെ തന്നെയാണ് മറ്റു 2 കുഞ്ഞുങ്ങൾ. അത് കിച്ചു പറയുകയും ചെയ്ത് അവർ 2 പേരും എനിക്ക് ഋതപ്പനെ പോലെ തന്നെയാണ്, അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല എന്നും പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെയും കൂടെയാണ് കൊണ്ടുപോകുന്നത്. അത്രയെല്ലാം ചെയ്യുന്നിടത്ത് പറയുന്നവർക്ക് നമുക്ക് എന്നാ വേണേലും പറയാം. രേണുവിനെ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തവരുള്ളവർ പോലെ തന്നെ കിച്ചുവിനെ ഇവർ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇത് പക്ഷേ ഇതൊക്കെ വരുന്ന ആർക്കായിരിക്കും എന്ന് പറയുന്നത് നെഗറ്റീവ് വരുന്നത്? രേണുവിന് തന്നെയായിരിക്കും നെഗറ്റീവ് വരുന്നത്. രേണുവിന് തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് വരുന്നത്. കാര്യം രേണു പറഞ്ഞ് പറയിപ്പിക്കുന്നതേ ഇവരൊക്കെ വിചാരിക്കത്തുള്ളൂ. കാര്യം കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വിചാരിക്കുകയുള്ളൂ. അതെന്നാന്ന് ചോദിച്ചാൽ രേണു ആണ് പറയാൻ ഇവർക്ക് അധികാരം. പക്ഷേ ഇന്ന് വരെ ഞാൻ ഒരു കാര്യം പറ്റും, ഇപ്പോൾ അതൊന്ന് പറയാൻ അതിൻ്റെ കൊടുത്തൊരു കാര്യം പറയണം. രേണുവിനാണ് നെഗറ്റീവ് വരുന്നതെന്ന് പറഞ്ഞത്. കിച്ചുവിൻ്റെ ചാനലിനകത്ത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ രേണുവിനെ മോശമാക്കി കിച്ചു ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നിടത്ത് ഷെയർ ചെയ്യുകയോ, അല്ലെങ്കിൽ രേണുവിനെ ആരെങ്കിലും എന്തോരം വ്ളോഗർമാർ എടുത്തിട്ട് അലക്കുന്നുണ്ട് രേണുവിനെ, ഒരു വീഡിയോ എങ്കിലും എടുത്ത് കിച്ചു അത് കിച്ചുവിൻ്റെ ചാനൽ ഇടുമോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇടുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കിച്ചു ഒരിക്കലും അത് ചെയ്യില്ല. കാര്യം കിച്ചുവിന് സഹിക്കുന്നതിനപ്പുറം വരുമ്പോഴാണ് കിച്ചു പ്രതികരിച്ച് പോകുന്നത്. ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. എത്ര പിണക്കമാണെങ്കിലും നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും വെച്ച് തന്നിട്ടുള്ള അവരെ പോയി കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ലേ? അവിടെ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ഈ നന്മമരം പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കിച്ചു ഇപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടിനൊത്ത് റീലെടുത്ത് കളിച്ച് ചിരിച്ച് അറമാദിച്ച് നടക്കുകയാണ്. അനീഷ, ഇതൊക്കെ എന്നാ മറുപടി പറയേണ്ടത്? കിച്ചു നമ്പർ 20 മദ്രാസ് മെയിൽ എന്നുള്ള ആ ഒരു ഇതിന് അതിന് മുമ്പ് പറഞ്ഞ കാര്യത്തിന് ഞാൻ പറയാം കേട്ടോ. ഇപ്പം ഇതൊന്നും നമുക്കൊന്ന് പറയാം. റീലെടുത്ത് നടക്കുമെന്ന് പറഞ്ഞു. ഒരു വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ദിവസം എന്നതാണ് കാണിച്ചു കൂട്ടിയത്? അവിടെ വന്നവർക്ക് വാരി കൊടുക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ വെളിയിൽ നിന്ന് ഡാൻസ് കളിക്കുക, പാട്ട് കളിക്കുക. ആ സമയത്ത് കൊല്ലത്ത് അതിൻ്റെതായ രീതി ചടങ്ങ് നടന്നായിരുന്നല്ലോ. അവർ വായനയും വെച്ച് ആ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്കും വെച്ച് ആ രീതിക്ക് അവരാ ചെയ്യേണ്ട രീതിക്ക് ചെയ്തു. കിച്ചു അന്ന് ആ ഏരിയയിലോട്ട് പോലും വന്നിട്ടില്ല. അപ്പം അന്ന് ആ ഒരു ഭർത്താവിനെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ആണ്ട് വന്നപ്പോഴത്തേക്ക് അതിന് ആൾക്കാരെ വിളിക്കുന്ന വീഡിയോസൊക്കെ ഇയാളും ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് കാണുമല്ലോ. അതൊക്കെ എല്ലാവരും റിയാക്ട് ചെയ്താട്ടാ വരണം എന്നും പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്തയാളെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പറയാം, ഓ എല്ലാവരും ഒന്നും അറിയിക്കേണ്ട, അപ്പം കറിയും തികയില്ല. അങ്ങനെയൊക്കെയാണോ ഒരു കാര്യങ്ങൾ? നമ്മളിപ്പോൾ അവർക്ക് വയ്യാതിരിക്കുന്നു, അവരെ നമ്മൾ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അതും കൂടെയൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അതും കൂടെയൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നതാണ്. ആ ഒരു കാര്യം നടന്ന കാര്യങ്ങൾ എല്ലാവരും മറന്നു. അതൊക്കെ മറക്കാൻ എല്ലാവർക്കും പറ്റുന്നുണ്ട്. കിച്ചു ചെയ്യുന്ന മാത്രം ഒന്നും മറക്കാൻ പറ്റുന്നില്ല. രേണുവിന് വയ്യാന്നറിഞ്ഞപ്പം രേണുവിനെ എടുത്ത് റിയാക്ട് ചെയ്ത എല്ലാ വ്ളോഗർമാരും ഒന്നിച്ചാണ് പിന്മാറിയത്. ആരും രേണുവിനെ പിന്നെ ഒന്നും പറയാനായിട്ട് നിൽക്കാൻ പോയിട്ടില്ല. അവരെന്നതേലും കിടന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിനെതിരെ ഇപ്പോൾ വന്നേക്കുന്നത് കിച്ചുവിനെ എടുത്ത് ഇങ്ങനെ മോശമാക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴോ നടന്ന കാര്യങ്ങൾ രേണുവിന് ഈ അസുഖം വരുന്നത് വരെ രേണു കാണിച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവർക്കും എന്നതൊക്കെയാണ് അവർക്ക് 17 വയസ്സോ 18 വയസ്സോ 19 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സുള്ള സമയത്ത് ചെയ്ത കാര്യങ്ങളല്ല. അവർക്ക് 10-34 വയസ്സ് വരെ അവർ ആ പ്രായമുള്ളപ്പോഴും അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് അവന് ഏത് സ്റ്റേജിലാണ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതെന്നും ഇവർ തന്നെ ഇനിയിപ്പോൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. പിന്നെ ഇതിനകത്ത് ആദ്യം പറഞ്ഞു അമ്മയെ കാണാൻ ചെന്നില്ല എന്നുള്ളത്. നമുക്ക് സായിയുടെ ഒരു വീഡിയോ കാണാവേ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം.
എന്താ പറയാ, ഞാനൊരു കാര്യം പറയാം. ഞാൻ രേണുവിനെ ആദ്യമായിട്ട് വീഡിയോ കോൾ വിളിച്ച് എനിക്ക് അസുഖം പറഞ്ഞ് രേണു എന്നോട് കരഞ്ഞ ദിവസം രേണു എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, സായി ദയവ് ചെയ്തിട്ട് കിച്ചുവിനോടൊന്ന് സംസാരിക്കണം. ഈ ഫോൺ വെച്ച ഉടനെ ഞാൻ കിച്ചുവിനെ വിളിച്ചു. ഓക്കെ, ഇത് എനിക്ക് ഒന്ന് വീഡിയോയിൽ പറഞ്ഞില്ല. അതുകൊണ്ട് കിച്ചുവിനെ വിളിച്ചപ്പോൾ കിച്ചു ആദ്യം എന്നോട് പറഞ്ഞു, സായി ബ്രോ ഞാൻ അമ്മേനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഫോണിൽ അമ്മേനെ കിട്ടിയില്ല, ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചോദിച്ചു പോയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീട്ടിൽ പോയി കാണട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ചില ഇഷ്യൂസ് ഉണ്ട്, ഹോസ്പിറ്റലിലും പോകാൻ പറ്റില്ല, ഇവിടെ ആണെങ്കിലും പ്രശ്നമാണ്, ഉള്ള ദിവസം പറയാം, ആ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ആളെയും കൂട്ടി പോവാം. ഇത് എന്നോട് കിച്ചു ആ തുടക്ക സമയത്ത് പറഞ്ഞു. ഈ ചെക്കൻ പോയില്ല എന്നും കണ്ടില്ല. അപ്പോൾ മേ ബി രേണു ഇതൊന്നും അറിഞ്ഞു കാണില്ല. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ മകൻ വിളിച്ചോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പാടില്ലല്ലോ. ചിലപ്പോൾ അതിൻ്റെ സങ്കടത്തിലൊക്കെ അവർ പറയും. പിന്നെ അതിലൊരു മിസ്റ്റേക്കും പറ്റിയെന്ന് വെച്ചെങ്കിൽ രേണു കീമോൻ്റെ മുന്നെയാണ് കിച്ചുവിനെ കാണണം എന്നുള്ള വീഡിയോ ഇട്ടിരുന്നത്. കീമോ കഴിഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം മകൻ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് രേണുവിന് അപ്പോഴാണ് മനസ്സിലാവുക. ഈ മുന്നേ വീഡിയോ എടുത്തപ്പോൾ രേണുവിന് അത് അറിയില്ല, പുറത്ത് വന്നത് ഈ വീഡിയോ. അപ്പോൾ കിച്ചുവിനോട് ഓൾറെഡി ഇത് കൺവേഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലയെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവൻ തന്നെ വന്ന് പറഞ്ഞല്ലോ വീഡിയോൻ്റെ പ്രശ്നമുണ്ട്, വിഷയങ്ങളുണ്ടെന്ന്. ഇത് തീർക്കാനല്ല ആരെങ്കിലും നോക്കണ്ടേ? ഇത് തീർക്കാൻ നോക്കാതെ ഒരു സൈഡിൽ നിന്ന് കിച്ചുവിന് സ്ക്രൂ, അപ്പുറ സൈഡിൽ നിന്ന് രേണുവിന് സ്ക്രൂ. സായി ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കാനാണ് നോക്കേണ്ടത്. നമ്മൾ രേണുവിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. രേണു എന്നൊരു വ്യക്തിയല്ല റിയാക്ട് ചെയ്തത്, അവർ കാണിക്കുന്ന കാര്യങ്ങളെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നില്ല. ഇവർ ഈ കിച്ചു വിളിച്ചില്ല എടുത്തില്ല എന്ന് വീണ്ടും വീണ്ടും ഇത് പൊക്കിക്കൊണ്ട് വരുന്നത് ഈ ഒരു സത്യങ്ങൾ ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാ വ്ളോഗേഴ്സിനും അറിയുന്ന കാര്യമാണ്. സായിയുടെ ചാനലിനകത്തല്ല വന്നേക്കുന്നെങ്കിലും സായി ഈ ഒരു വീഡിയോ എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് സംഭവിച്ചത്. കിച്ചു വിളിച്ചിരുന്നതാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വേറെ കിച്ചുവിൻ്റെ കൂടെ തന്നെ ഉള്ള ആൾക്കാരും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് ഇച്ചിരിയുടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് കേൾക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടും ആ കൊച്ചു വിളിച്ചെന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ രേണുവും കിച്ചുവിനും ഇടയിൽ മറ്റാരോ നിന്നാണ് അവരെ ഒരു തടസ്സം പോലെ നിർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രേണുവിന് ഒരു പക്ഷേ കിച്ചു ചെന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ അമ്മയെ നിന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ രേണുവിന്. ആ ഒരു വിഷമം അവിടെ തീരാന്നേ ഉള്ളൂ. കിച്ചുവിൻ്റെ അടുത്താണെങ്കിലും എടാ എന്നാടാന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളെന്ന് ഓർത്തിട്ടുണ്ട്. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, ആരും നല്ലവരായിട്ടില്ല, എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അത് ക്ഷമിക്കാൻ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും, അതിനൊരു സംശയവും വേണ്ട. പക്ഷെങ്കിൽ അത് പറഞ്ഞ് വേറൊരു രീതിയിലേക്ക് ആക്കി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും വിളിച്ചില്ല എടുത്തില്ല ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് ഒരാൾ കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്നതിന് അവർ ഇപ്പോൾ അനീഷ് അല്ല അത് പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റവരെ കൊണ്ടല്ല അത് പറയിപ്പിക്കുന്നത്, ഇത് രേണു പറയിപ്പിക്കുന്നതാണ് അവരെ കൊണ്ടൊക്കെ. രേണു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അവിടെയും വരുന്ന പേരാരുടെയാണ്? രേണുവിൻ്റെ. രേണുവിന് വീണ്ടും കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ആ നെഗറ്റീവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. വീണ്ടും അവരിപ്പോൾ ഈ അസുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അപ്പം നിങ്ങൾ ഓർക്കും നിങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഞാൻ ചർച്ച ചെയ്യുന്നത് കിച്ചുവിന് വേണ്ടിയാണ്. കിച്ചുവിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. കാര്യം കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തി, അവന് ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട് തെറ്റ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ ആ ഒരു കൊച്ചു ചെയ്ത തെറ്റുകളെ വീണ്ടും 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 അതിനെ ഇനിയും കിടക്കുവാണ് ലൈഫ്. അതിനൊരു വിവാഹ ജീവിതമുണ്ട്, അതിൻ്റെ ജീവിതം മുന്നോട്ട് ഇനി ഒരുപാട് കിടക്കുവാണ്. ആ സമയത്ത് അതൊന്നുമില്ലാതെ ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം നീ പോകല്ല അവിടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിളിച്ച് തോണ്ടി നിൽക്കുവാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം കുച്ചു അച്ഛനെ ചവിട്ടിയതും അച്ഛന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതും കഞ്ചാവിന് വേണ്ടി കൊല്ലം സുധിയെ കുച്ചു ഉപദ്രവിച്ചതും എല്ലാം ഷെഫീനക്കറിയാം. അയ്യോ എന്തോ ഈ പറയുന്നേ? കൊല്ലം സുധിയെ അടിച്ചു? ഈ പറയുന്നത് നല്ല മോനോ? കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കിയോ? ഈ പറയുന്ന പൊന്നു മോനോ? ദേഹത്തൊക്കെ ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ടെന്നേ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. ഇതിൽ ആദ്യം ടാറ്റുവിൻ്റെ കാര്യം പറയാം. ശരിയാണ്, ടാറ്റു അടിച്ചിട്ടുണ്ട് കിച്ചുവിൻ്റെ ദേഹത്ത്. രേണു അഴിച്ചിട്ടില്ലേ? രേണുവിൻ്റെ കയ്യിൽ സുധിയുടെ പേരെഴുതിയിട്ടില്ലേ? ഇല്ലേ? എന്നിട്ട് അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്നതാണ്? കിച്ചു ചെയ്തത് മാത്രം കുറ്റമായിട്ട്. പിന്നെ അതിനകത്ത് അവർ പറയുന്നൊരു ഡയലോഗ് നിങ്ങൾ കേട്ടോ, കഞ്ചാവിന് വേണ്ടി സുധിയെ തല്ലിയത്. ഒരു മകൻ അങ്ങനത്തെ ഒരു സ്റ്റേജിലായെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് അങ്ങനെയുള്ള കാര്യത്തിനുള്ള ഉത്തരവാദി? അവനെ വളർത്തുന്ന അമ്മയും അച്ഛനും അവൻ്റെ കൂടെയുള്ള എല്ലാവരും അതിന് ഉത്തരവാദിയാണ്. അവൻ്റെ ഏത് പ്രായത്തിലാണ് സംഭവം നടന്നതെന്ന് കൂടെ ചിന്തിക്കണം. അങ്ങനെ ഒരു കൊച്ച് മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയത് അച്ഛനും അറിഞ്ഞില്ല, അമ്മയും അറിഞ്ഞില്ല, പിന്നെ അമ്മയുടെ വീട്ടുകാരും ഉണ്ടായിരുന്നതിനകത്ത് ഇവരാരും പറഞ്ഞിരുന്നില്ലേ? ഒരു കൊച്ച്, നമ്മുടെ മകൻ ഒന്ന് താമസിച്ച് വന്നാൽ അല്ലെ അവൻ കയറി വരുമ്പോൾ അവൻ്റെ മുഖഭാവമാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് പറയും ഇനി നീ ഇതുപോലെ താമസിച്ച് വരാൻ പറ്റത്തില്ല, നീ നേരത്തെ വരണം. വീണ്ടും അവൻ അതിനെ ആവർത്തിക്കുന്നെങ്കിൽ ഇവന് എന്നതാണ് ഇതിലേക്ക് പോകുന്നതെന്ന് നമ്മളിത് കണ്ടുപിടിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ അവൻ അങ്ങനെ അടിച്ചു പോയി കിടക്കട്ടെ നമുക്ക് എന്നാ പാട് എന്നും പണ്ട് ഓരോ അപ്പനമ്മയും നിൽക്കുകയില്ല. അവർ ഇതിപ്പം സ്വന്തം അമ്മയാണേലും അല്ലെങ്കിൽ പോറ്റമ്മയാണേലും ഒരിക്കലും അങ്ങനെ നിൽക്കില്ല. ആ മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
ഇവർ തന്നെ തെളിവ് സഹിതം പറയുന്നുണ്ട് എന്ത് കാര്യത്തിന്. ഒരു പക്ഷെങ്കിൽ അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ചെയ്തെന്ന് ഒരിക്കലും പറയുന്നില്ല. കാര്യം ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ, വീഡിയോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പം ബിഷപ്പിനെയും പറഞ്ഞ് ഈ കാര്യമായിരിക്കും ധരിപ്പിച്ച് വെച്ചേക്കുന്നത്. അദ്ദേഹം ഒരു വൈദികനല്ലേ, അദ്ദേഹം ചിന്തിച്ച് കാണും ഒരു അപ്പനെ തല്ലി മോനോ എന്നൊക്കെ ഉള്ള രീതിക്കായിരിക്കും അദ്ദേഹം അത്രയും വയലൻ്റ് ആയിട്ട് ചിലപ്പോൾ അന്ന് സംസാരിച്ചത്. ഇതിപ്പം ഈ ഒരു കാര്യത്തിൽ, ഈ ഇങ്ങനെ പറഞ്ഞ കാര്യത്തിൽ ഇവർ പറയുന്നു തല്ലി എന്ന് പറയുന്നു. അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്നെ ആവശ്യത്തിനാണ് തല്ലിയെന്നും അവർ പറയുന്നുണ്ട്. ആ നിൽക്കുന്ന മനുഷ്യന് ഒരിക്കലും നോർമൽ ആയിരിക്കത്തില്ല. ആ ഒരു സാധനമൊക്കെ വലിച്ച് നടക്കുന്ന ഒരാൾ നോർമലായിട്ടായിരിക്കില്ല അവരുടെ പ്രവൃത്തിയും കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടാകുന്നത്. അത് കിട്ടാതെ വരുമ്പം അതിന് വേണ്ടി കിടന്ന് ഇവർ വയലൻ്റ് ആകുന്നതും ഒരിക്കലും അവരുടെ സ്വഭാവത്തോടുകൂടി ആയിരിക്കത്തില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നും വേണ്ട, എന്തോരം സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ ആ കുഞ്ഞ് അത്രയും അതിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അത്രയും അഡിക്റ്റ് ആകുന്നതിന് മുന്നേ എന്നാണല്ലോ ആ സാധനമൊക്കെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ വരും. അതിൻ്റെ സ്മെല്ലൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അത് വേറൊരു വല്ലാത്തൊരു സ്മെല്ലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സാധനം വലിക്കുന്നതിൻ്റെ ആ ഒരു ഇത് അറിയാനും അവർക്ക് പറ്റിയില്ല, ഒന്നും ആർക്ക് പറ്റിയില്ല. കഴുത്തിന് കുത്തിപ്പിടിച്ചു, അപ്പനെ തല്ലി, കണ്ണ് തള്ളി, പോലീസ് വന്നപ്പോൾ ഇറങ്ങി ഓടി. എന്നതൊക്കെയാണ് ഇതൊക്കെ ആയിരിക്കും എന്നത് പക്ഷെ എനിക്കൊന്ന് കിച്ചു ഒന്നും അനങ്ങാതെ നിൽക്കുകയാണ്. ഇങ്ങനെ തോണ്ടി ലാസ്റ്റ് കിച്ചു വന്നിച്ച് കുറേ കാര്യങ്ങൾ എടുത്തങ്ങിടും. ആദ്യം ഇടുമ്പോഴത്തേക്ക് ഭയങ്കര വിഷയമായി, പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, രോഗിയാണ്, എന്നതിനാണ് അങ്ങനെ പറഞ്ഞത്, നീ ഒരു മകനാണോടാ, പിന്നെ ശാപവാക്കുകളായി, എന്നതെല്ലാം കേൾക്കണം. പിന്നെ എന്നതല്ല മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കുക, അതേ ഉള്ളൂ. അസുഖം മാറുന്നിടം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ എതിർത്ത് നിന്നവർ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ അസുഖം മാറും, നിങ്ങൾ തിരിച്ചു വരും. ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പോവുക. അല്ലാതെ കിച്ചു എവിടെ പോകുന്നു, കിച്ചു എന്നാ കാണിക്കുന്നു, കിച്ചു പണ്ട് എന്നാ കാണിച്ച് മറിച്ചത് കാണിച്ച്. നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ വീഡിയോസ് പഴയത് പൊക്കി എടുത്തുകൊണ്ട് ആൾക്കാർ വരുന്നു, എന്നിട്ട് അത് എടുത്തിട്ട് അവരെ വേദനിപ്പിക്കുന്നതെന്ന്. ഇതിനപ്പോൾ കുഴപ്പമൊന്നുമില്ലേ? അതോ ഇനി കിച്ചുവിന് രോഗമില്ലാത്തതുകൊണ്ടാണോ കിച്ചുവിനെ വേദനിപ്പിക്കുന്നത്? പൂർവാധിക ശക്തികൾ ഇപ്പൊ രേണു വയ്യാതെ കിടക്കുമ്പോ പോലും ആ രേണുവിന്റെ ചേച്ചിയുടെ 2 മക്കളും ആ അമ്മയും അച്ഛനൊക്കെയാണ് ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും രേണുവിന്റെ കൊച്ചായതുകൊണ്ട് ആ കുഞ്ഞിനെ അവര് നോക്കും. കുച്ചു കണ്ടന്റ് വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ കുച്ചു വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ കുച്ചു കണ്ടന്റിന് വേണ്ടി വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ ഈ പറയുന്ന റിതപ്പനെ എടുത്തോണ്ട് പോകൂ എന്ന് പറഞ്ഞത് ഏതാണ്ടൊക്കെ സത്യമാണ്. അല്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. എന്റെ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർ, കുറച്ച് മനസ്സിൽ കുറച്ചെങ്കിലും ഒരു നന്മയുള്ള ആൾക്കാർ, നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. രേണുവിന്റെ അവസ്ഥ അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. ഈ രേണുവിനുള്ള ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമായിട്ട് ശരീരത്തിൽ വ്യാപിക്കുന്ന ഒരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ രേണുവിന് ദിനം പ്രതി വെയിറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രേണുവിന്റെ അവസ്ഥ മൊബൈലിൽ കൂടെ കാണുന്നവരായിക്കോട്ടെ, ഈ പറയുന്ന ആരായിക്കോട്ടെ, എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ എത്ര കെറുവാണെങ്കിലും എത്ര പിണക്കമാണെങ്കിലും നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും വെച്ച് തന്നിട്ടുള്ള അവരെ പോയി കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ലേ? അവിടെ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ഈ നന്മമരം പോയിട്ടില്ല എന്ന് ശരിയായിരിക്കാം. കിച്ചുവിന്റെ രേണുവിന്റെ അസുഖത്തെ പറ്റി പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കാം. അതൊന്നും അല്ല എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അത് മാറി വരണമെന്ന് നമ്മൾ ഒരു ശത്രുക്കൾക്ക് പോലും വരാൻ ആഗ്രഹിക്കാത്തൊരു രോഗമാണത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് അറിഞ്ഞ നിമിഷം മുതൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇതിനകത്ത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. രേണുവിൻ്റെ ചേച്ചിയും ചേട്ടനും പിന്നെ അവരുടെ അമ്മ, അച്ഛൻ, ചേച്ചിയുടെ മക്കള് എല്ലാം ഇവരെല്ലാം ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. ഒറ്റ വീട്ടിൽ അവർ ജോലിക്ക് പോലും പോകുന്നില്ല, അവരവിടെ തന്നെ ഉണ്ട്. രേണു കൊണ്ടു കൊടുക്കുന്ന പൈസ കൊണ്ട് അവരൊക്കെ തന്നെയല്ലേ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർ നോക്കുന്നതിൽ ഇത്ര വലിയ ത്യാഗം പറയാനായിട്ട് എന്നെ ഇരിക്കുന്നത്, എനിക്കത് മനസ്സിലാകുന്നില്ല. ഇപ്പം നമുക്കൊരു കൂടപ്പിറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊരിത് വന്നാൽ അമ്മയും അപ്പനുമാണ് നോക്കുന്നത്, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളാണ് നോക്കുന്നത്. അവരുടെ ചേച്ചിയെ കെട്ടിച്ച് ദൂരോട്ടൊന്നും വിട്ടേക്കുന്നൊന്നുമില്ല. ആ ഒരു വീട്ടിൽ തന്നെയാണ് ഇവരെല്ലാം താമസിക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവും ചേച്ചിയും ചേച്ചിയുടെ 2 മക്കളും ഋതുപ്പിനൊക്കെ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പം അവർക്കെല്ലാം തമ്മിൽ ഒരു അടുപ്പം കൂടുതൽ വരും. അത് വലിയ ത്യാഗമായിട്ടൊക്കെ എന്നതിനാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ രേണും അതിടയ്ക്ക് ഒരു പ്രാവശ്യം വിളിച്ച് പറഞ്ഞു അവരൊക്കെ സ്നേഹിക്കുന്നത് കാണുമ്പം ഒരു അമ്മയ്ക്കുണ്ട്. അതൊക്കെ ഈ കിച്ചണിട്ടുള്ള കൊട്ട എന്നുള്ളത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. പിന്നെ അതാരത്തൊന്നും ആരും റിയാക്ട് ചെയ്യാത്ത എന്നാന്ന് ചോദിച്ചാൽ രേണുവിന് വയ്യാതിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അതിടത്ത് ആരും പിന്നെ റിയാക്ട് അവർ എന്നേലും പറഞ്ഞിട്ട് പോട്ടെ എന്ന്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ളവരെല്ലാം വന്ന് കിച്ചുവിനെ കിടന്ന് ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് കേൾക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് അത് റിയാക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും അവരുടെ മക്കളും ഞങ്ങളും എല്ലാം ഒന്നിച്ച് ജീവിക്കുവാണെങ്കിൽ ആ ഒരു ഒന്നിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ അവർ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അവർ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു അടുപ്പം വരും. ഇത്രയും നാളും രേണു ഉണ്ടാക്കിയ പൈസ അയക്കാനും ഋതപ്പിനും രേണുവിന് ജീവിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ അത് എടുത്തിട്ടുള്ളത്, നിങ്ങൾ എല്ലാവർക്കും കൂടെ ജീവിക്കാൻ വേണ്ടി എടുത്താണ്. ആ വീട് പോലും കിച്ചുവിനും ഋതപ്പിനും വെച്ചു കൊടുത്ത വീടാണ്. ആ വീട്ടിൽ കിച്ചു നിൽക്കുന്നതേ ഇല്ല, നിങ്ങളെല്ലാവരുമാണ് നിൽക്കുന്നത്.
എന്നിട്ട് രേണുവിന് ഇങ്ങനെ ഒരു വയ്യാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ രേണുവിൻ്റെ ചേച്ചി ഗൾഫിൽ ജോലി ചെയ്യുക, അവരവരുടെ ജോലി കളഞ്ഞ് നാട്ടിൽ വന്ന് രേണുവിനെ നോക്കുവാണെങ്കിൽ പറയാം നമുക്ക് അതൊരു ത്യാഗമാണ്. കാര്യം അവരവരുടെ ജോലി വരെ കളഞ്ഞേച്ച് വന്ന് നിൽക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഇവരൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ, നമുക്കാർക്കും അറിയത്തില്ല. എപ്പോഴും അവർ വീട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് വ്ളോഗിനകത്ത് കണ്ടാലും അവരോടൊക്കെ തന്നെയുണ്ട്. അവർ അത് പറയുന്നു, ചേച്ചി ഇനിയിപ്പോൾ ജോലി രാജിവെച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, നാട്ടിലെ ജോലിയാണ് അവർ രാജിവെച്ചത്. ആര് പറഞ്ഞിട്ട് അവർ ANM ആണെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല, അവർ പറഞ്ഞാണ്. ANM എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഭയങ്കര സാലറി ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. അവർ അവിടെ വന്ന് നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവരെ നോക്കുമ്പോഴത്തേക്ക് ആ വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുകയും ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങളും അവരല്ല. ആ ചേച്ചി അനിയത്തിയെ നോക്കുന്നത് വലിയ ത്യാഗമെന്ന് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ കടമയാണ്. അത് ത്യാഗമായിട്ട് പറയേണ്ട കാര്യമില്ല. എൻ്റെ അനിയത്തി എൻ്റെ കൂടെ നിന്ന് അവൾക്കൊരു അസുഖം വന്ന് ഞാൻ അവളെ നോക്കേണ്ടി വന്നാൽ അതിൻ്റെ കടമയാണ്, അല്ലാതെ ത്യാഗമല്ലത്. അതൊക്കെയാണ് വലിയ കാര്യമായിട്ട് പറയുന്നത്. അത് ഒരു അമ്മയുടെ മക്കളെ പോലെ അവർ സ്നേഹിച്ചു. അവർ കുഞ്ഞിനെയും മുതൽ ഒന്നിച്ച് ഋതുപ്പനുണ്ടായ സമയം മുതൽ അവർ കാണുന്നതാണ്. അന്ന് മുതലേ നിങ്ങളൊക്കെ ഒന്നിച്ചാണ്. ആ സമയം മുതൽ ഇപ്പം ഞാൻ പറയാം, നമ്മുടെ കസിൻസ് ആണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി അവധിയായി കഴിഞ്ഞാൽ അന്നേരം അങ്ങോട്ടാണ് പോകുന്നത്. അവരൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമാണ് അന്നേരം. സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ തന്നെയാണ്. ഒരു അമ്മയ്ക്കും അപ്പനും ഉണ്ടായ മക്കളെ പോലെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. അതൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ലോകത്തെ ആദ്യത്തെ ഒരു കൂടപ്പുറപ്പോ ആദ്യത്തെ കൂടപ്പുറപ്പിൻ്റെ മക്കളോ അതൊന്നും അല്ലത്. രേണുവിനെ കാണാൻ പോയില്ല എന്ന് അവസാനം പറഞ്ഞ് നിർത്തുന്നുണ്ടല്ലോ. അതിനുള്ള നമുക്ക് ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ താടിയും പൊട്ടും, അങ്ങനെ തോന്നിട്ട് ഉറച്ചു. അതെ, താടിയും പൊട്ടും. ആ ഒരു ചാനലാണ്. ഇവരിതിന് മുമ്പേ ഒത്തിരി വീഡിയോസ് കിച്ചുവിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുകയും റീൽസ് എടുക്കുകയും ഒക്കെ ഇവർ മോനും ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമാണ് കിച്ചുവിന്. അതുപോലെ തന്നെ കിച്ചുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ്. ഇവരുടെ ഷോപ്പാണ് ഇനാഗുറേഷൻ പോയത് കിച്ചു. അതിനകത്തൊക്കെ ഇവർക്ക് എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഇവർ കഴിഞ്ഞ് പോകുന്നത്. കിച്ചുവിൻ്റെ എല്ലാ കാര്യത്തിനും ഇവർ കൂടെ ഉണ്ട്. ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാണ്. ഈ രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് റീലോ പോസ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഞങ്ങളും അത് കണ്ടായിരുന്നു. ഈ പോസ്റ്റും റീലും കണ്ട വഴിക്ക് തന്നെ ഈ കിച്ചു വേറെ ആരോ സജഷനും പറയെ പിടിക്കുക ചോദിക്കും, ആരും മോനെ നീ അമ്മനെ പോയി കാണാൻ, അതൊന്നും അവന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട വഴിക്ക് അവൻ ഈ പറയുന്ന രേണുവിടെ ഫോം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അത്? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്? അത് നിങ്ങൾക്ക് രേണുവിന്റെ ഫോം വിളിച്ചു. എടുത്തത് രേണുവിന്റെ സിസ്റ്ററാണ്, ചേച്ചി. അപ്പൊ ഫോം വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇവൻ പറഞ്ഞു അമ്മോട് സംസാരിക്കണം. അപ്പൊ അമ്മോട് സംസാരിക്കപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് അമ്മോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ പറ്റില്ലാന്ന് അവര് പറഞ്ഞു. അവര് ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ. ഇത് രേണു എവിടെയെങ്കിലും പറഞ്ഞോ? അന്ന് വയ്യാണ്ട് അവശ്യമായിട്ട് വയ്യ എന്നെ കാണണ്ടോര് വന്നില്ല, കിച്ചു എന്നെ വളർത്തി 11 വയസ്സ് തൊട്ട് ഉണ്ടാക്കിയിട്ട് വന്നില്ല, ഈ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല, ഞാൻ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് വേറെ മീഡിയക്കാർ അവിടെ സ്ഥിരം നിൽക്കുന്നുണ്ട്. വേറെ ഒരുപാട് പേര് അവരൊക്കെ കയറ്റാനും വീഡിയോ എടുപ്പിക്കാനും ഒന്നും ഒരു എന്താ പറയാ ഇൻഫെക്ഷനും കാര്യങ്ങളും ഇല്ല. ഈ ക്രാവ് അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് രണ്ടാമതും ആൾക്കാർ ഓരോന്നൊക്കെ പറയുകയും പിടിക്കുക ഒക്കെ ചെയ്ത് എന്തൊക്കെയാണെങ്കിലും അവരൊക്കെ അവനെ അന്ന് കോൾ ചെയ്തിട്ട് അവർ കൊടുത്തില്ല. അവൻ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അതെവിടെയും ആ ന്യൂസ് പോയില്ല. അവളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് വയ്യാന്ന് കേട്ടപ്പോൾ വളർത്തി ഈ ഒരു കാര്യം ആദ്യമേ സായിയാണ് പുറത്തു വിടുന്നത്. സായി വിട്ടതിന് ശേഷമാണ് ഇവരിപ്പോൾ പറയുന്നത്. അവർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് ശരിയാണ്. അവിടെ ചെല്ലുന്ന ബാക്കി വ്ളോഗർമാർക്കോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാർക്കോ അതുപോലെ തന്നെ അവരെ കാണാൻ ചെല്ലുന്ന എല്ലാവർക്കും അവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം, അവരുടെ കൂടെ നിൽക്കാം, എല്ലാം ചെയ്യാം. പക്ഷേങ്കിൽ കിച്ചു ചെല്ലുമ്പോൾ മാത്രം ഇൻഫെക്ഷൻ ആകും, കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തി. എന്തിന് ഇനി കിച്ചു അവിടെ കയറി താമസിക്കുമെന്ന് കരുതിയിട്ടാണോ? അതോ ഇനി മറ്റുള്ളവരുടെ അവകാശം അവിടുന്ന് പോകും കിച്ചു കൂടെ കയറി താമസിച്ചാൽ എന്നൊക്കെ ഓർത്തിട്ടാണോ? ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊന്നും അല്ല വൈരാഗ്യം കൊണ്ട് നടക്കേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ അവർ കിച്ചുവിനെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കിച്ചുവിനെ കാണിക്കുവാണ് ചെയ്യേണ്ടത്. അതിന് മുൻകൈ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം കിച്ചു ഇടുന്ന വീഡിയോ കൊണ്ട് കാണിച്ചു കൊടുക്കുക. കിച്ചുവിനെ എത്രമാത്രം രേണു നിന്ന് അകറ്റാൻ നോക്കുക, അത്ര അകറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടാതിരിക്കത്തില്ല. ഇവർ അമ്മയും എനിക്ക് തോന്നിയിട്ടുള്ളത് കിച്ചുവിൻ്റെ ജന്മം കൊടുത്ത അമ്മയെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ രേണുവിനെയാണ് അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്നേഹം എത്രയാണെങ്കിലും അവനിപ്പോഴും അമ്മ എന്ന് തന്നെയാണ് പറയുന്നത്. ആ അമ്മ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അവൻ അമ്മയുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതിനിടയിൽ നിന്നും കുറേ പേര് നിന്ന് കളിച്ച് രണ്ടുപേരെ അകറ്റി ഒരുപാട് അകലങ്ങളിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കോട്ട് ഋതപ്പനെയും കൂടെ എടുത്തും കിട്ടും. ആ കൊച്ചൊക്കെ എന്നാ തെറ്റിയിട്ടെന്ന് എനിക്കറിയാൻ മേല, അതിനെയൊക്കെ ഇട്ട് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കൂടെ കൊണ്ടിടുന്നത്. ഓക്കെ, അവന്റെ ലൈഫ് അവൻ അറമാദിച്ച് ജീവിച്ച് നടക്കട്ടെ. പക്ഷേ ഇവൻ നല്ലവനാണ്, ഇവൻ എന്താ പറയാ, ഇവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, ഇവൻ സമൂഹത്ത് കൊടുക്കുന്ന നല്ല പാഠങ്ങളാണ്. ഇവനെ ഈ അനീഷ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. കാര്യം അവൻ സമൂഹത്തിൽ അവനെ കുറേ പേര് പൊക്കിക്കൊണ്ട്, ഞാൻ ചോദിക്കട്ടെ, രേണുവിനെ പൊക്കിക്കൊണ്ട് കുറേ പേര് നടപ്പില്ലേ? രേണു എന്നെ തെറ്റ് ചെയ്താലും രേണുവിനെ ഇഷ്ടപ്പെട്ട് നടക്കുന്നവരില്ലേ? എന്ന് പറയുന്നതിന് കിച്ചുവിനെ ഇഷ്ടപ്പെടാൻ പാടില്ലെന്നുണ്ടോ? കിച്ചുവിനെ ആരും ഇഷ്ടപ്പെടാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾ രേണുവിനെ എല്ലാവരും ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, ഒത്തിരി പേരാണ്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അവർക്ക് രേണുവിനെ അത്രയും അവർ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. രേണു എന്ത് ചെയ്താലും അവർക്കത് നല്ല കാര്യമായിട്ട് അവരത് പോസിറ്റീവായിട്ട് കണ്ട്, ഞാൻ പറയാം, സജിന തന്നെ രേണുവിനെ എന്തോരം പ്രോത്സാഹിപ്പിച്ച് നടക്കുന്നുണ്ട്.
ഒത്തിരി രേണു എന്ത് ചെയ്താലും സജിന രേണുവിന് സൈഡാണ് നിൽക്കുന്നത്. അത്രയും സജിന കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? സജിനയ്ക്ക് രേണുവിനുള്ള അഗാധമായ ഇഷ്ടം കൊണ്ടായിരിക്കാം. ശ്രീതു തന്നെ പറഞ്ഞു, നമ്മളെ വേണ്ടാത്തടത്തുനിന്ന് മാറിക്കൊടുക്കാമെന്ന് വരെ സജിനോട് പറഞ്ഞിട്ടും സജിന അതിന് ചെവി കൊടുക്കാൻ നിന്നിട്ടില്ല. സജിന അന്നേരം രേണുവിന് സൈഡ് തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഷെബീന ബീവിയെ കുറ്റം പറയുന്നുണ്ട്. അവർക്ക് കിച്ചുവിനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം അവർക്ക് കിച്ചുവിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവർ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഞാൻ ഇന്നലെ ഒരു വ്ലോഗ് കണ്ടു, കിച്ചുവിൻ്റെ ടീഷർട്ട് അവരുടെ മക്കൾക്ക് മേടിച്ച് അവർ ആ വീഡിയോ എടുക്കുന്നതും ആ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരും സ്നേഹിക്കാൻ പാടില്ല. ബാക്കിയുള്ള രേണുവിനെ സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ല, കിച്ചുവിനെ ആരും സ്നേഹിക്കും. കുറേ അമ്മമാർ ഉറപ്പായിട്ടും ഉണ്ട്, കുറേ അമ്മമാരുണ്ട്. ഈ പറഞ്ഞ ഞാനും ഉണ്ട്, കിച്ചുവിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അവനിപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവനോട് ക്ഷമിക്കാൻ പറ്റും നമുക്ക്. കാര്യം ഒരു അമ്മയായി കാണുന്നതുകൊണ്ടായിരിക്കാം, നമ്മളൊരു അമ്മ എന്നുള്ളത് കൊണ്ടായിരിക്കാം കിച്ചുവിനോട് ക്ഷമിക്കാൻ തോന്നുന്നത്. അതിന് പറ്റത്തില്ല. കിച്ചുവിനെ കുറേ അമ്മമാർ തല ചുമന്നുകൊണ്ട് കിടപ്പുണ്ട്. അമ്മമാർക്ക് തന്നെ മനസ്സും കാര്യങ്ങളൊന്നും ഇല്ലേ? ഒരു കുഞ്ഞിനോട് ഒരു സ്നേഹം തോന്നാണോ? ഒരു അമ്മയില്ല അപ്പനും ഇല്ലാത്തൊരു കുഞ്ഞിനോട് സ്നേഹം തോന്നാണോ തെറ്റ്? പിന്നെ അവൻ സമൂഹത്തിന് എന്നാ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ 21 വയസ്സുള്ളൊരു ചെറുക്കൻ, അവൻ സ്വന്തമായിട്ട് അവൻ ബ്ലോഗും ചെയ്ത് അവൻ്റെ കാര്യങ്ങളും നോക്കി അവൻ സ്വന്തമായിട്ടൊരു ബിസിനസ്സും തുടങ്ങുന്നത് അതെന്നെ സമൂഹത്തിന് ഒരു മാതൃകയല്ലേ? അത് ഒരു മനുഷ്യർക്കും അത് മാതൃകയല്ലേ ആ ചെയ്യുന്ന കാര്യങ്ങളൊന്നും? അവൻ്റെ കഴിവിനനുസരിച്ച് അവൻ റീല് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ്റെ കഴിവാണത്. അപ്പോൾ അതൊരു സമൂഹത്തിന് മാതൃക തന്നെയാണത്. പിന്നെ കിച്ചു ഇത്രയും ക്ഷമിച്ച് മാറിയിരിക്കുന്നത്, കിച്ചുവിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു ആരായിരുന്നെങ്കിലും രേണു പറയുന്ന പല കാര്യങ്ങൾക്കും പൊട്ടിത്തെറിച്ച് പലതും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ ഇട്ട് ഇങ്ങനെ എപ്പോഴും സോഷ്യൽ മീഡിയ തന്നെ നിൽക്കേണ്ടി വന്നേനെ. പക്ഷെ അവൻ അതിന് നേരമില്ല. അവന് പറയാനുള്ളത് അതുപോലെ ക്ഷമ കെട്ട് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞേച്ച് അവൻ്റെ പഴിക്ക് അവൻ വഴിവെട്ടി അവനങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കാര്യത്തിലേക്ക്. അവനൊരു ലക്ഷ്യമുണ്ട്, അവനൊരു കിടപ്പാടം ഉണ്ടാക്കണമെന്നും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ഋതപ്പനെ സംരക്ഷിക്കണമെന്നും എല്ലാം അവന് ആഗ്രഹമുണ്ട്. അപ്പോൾ പറയും ഋതപ്പനെ അവൻ ഇനി സംരക്ഷിക്കാൻ വരേണ്ടെന്ന്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആരൊക്കെയാണ്. നാളെ ഒരു ദിവസം ഒരു പക്ഷേ ഈ കിച്ചുവിൻ്റെ കൂടാണ് ഋതപ്പനും രേണുവും കഴിയേണ്ടി വരുന്നെങ്കിലും ഈ കിച്ചുവിൻ്റെ സംരക്ഷണത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാലോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ കാര്യമുണ്ട്, ദൈവമാണ് ഓരോ തീരുമാനിക്കുന്നത്. ദൈവം തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. ഈ സുധി ഇത്രയും പെട്ടെന്ന് ഇവരെ വിട്ടു പോകുന്നു ഇവരാരും വിചാരിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. രേണു ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്ന് രേണു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. കിച്ചു ഇവരെ എല്ലാം ഉപേക്ഷിച്ച് മാറിപ്പോകേണ്ടി വരുമെന്ന് കിച്ചു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. രേണു ഒക്കെ ഇതുപോലെ നല്ലൊരു വീട്ടിൽ വാടക കൊടുക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ, അവർ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അവർ കൈ നീട്ടി ഒരുപാട് പ്രാവശ്യം പൈസകൾ ചോദിച്ചത്, അങ്ങനെയൊന്നും ജീവിക്കാതെ നല്ലൊരു വീട്ടിൽ ആ ഒരു 7 സെൻറ്റ് സ്ഥലത്തിന് ഉടമയായിക്കൊണ്ട്, ഉടമയെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും രേണുവിൻ്റെ പേരിലല്ലല്ലോ കൊടുത്തേക്കെന്ന് പറയും. കിച്ചു ഋതപ്പനും രേണുവിനെ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ആ വീട്ടിൽ തന്നെ അവകാശമുണ്ട്. അവരെ അവിടെ ഇറക്കി വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് അമ്മ തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ മക്കളിപ്പോൾ ഒരു വീട് മേടിച്ച് അവിടോട്ട് അമ്മ ചെന്ന് കയറിയില്ല, അമ്മേനെ ഇറക്കി വിടുമോ? മക്കൾ ഒരിക്കലും ഇറക്കി വിടുകയില്ല. അതുപോലെ തന്നെയുള്ളൂ. ചിലർ പറയും രേണുവിന് അവകാശമില്ല. രേണുവിന് അവകാശമില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. രേണുവിന് അവകാശമുണ്ട്. അവരുടെ അമ്മ എന്നുള്ള ഇതിൽ തന്നെ അവർക്ക് അതേ ഇതിൽ തന്നെ അവർക്കും അവകാശമുണ്ട്. അവരുടെ പേരിൽ എഴുതണമെന്നൊന്നുമില്ല ഇതിന്. അങ്ങനെ അത്രയും ഒരു സൗകര്യത്തിൽ അവർ താമസിക്കേണ്ട ഒരു വീട് അവർക്ക് കിട്ടി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്ക് അവർ വിചാരിച്ച പോലെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത് എന്ന് പറയുന്നതല്ലേ. നാളെ ഒരു ദിവസം ചിലപ്പം കിച്ചു നല്ല രീതിക്ക് ഒരു ഇതായി കഴിയുമ്പോഴത്തേക്ക് കിച്ചുവിൻ്റെ കൂടെയാണ് അവർ ജീവിക്കുന്നെങ്കിൽ അന്നേരം ഈ പറയുന്നവരെല്ലാം തിരുത്തി പറയുമോ? എന്നാണേലും ഒരു കൊച്ചിനെ വലിച്ച് കീറുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരുപാട് പരിധിയുണ്ട്. അവനും ഒരു മനുഷ്യനാണ്, അവനും ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് നടക്കുന്നതാണ്. ആരുടെ മുന്നിൽ കൈ നീട്ടുന്നില്ല, എനിക്ക് എന്തെങ്കിലും താ, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ എന്നെ സഹായിക്കാം എന്നും വേണ്ട ആരുടെ മുന്നിൽ കൈ നീട്ടുന്നില്ല. അവൻ അവൻ്റെ കാര്യം നോക്കി, അവന് ജീവിക്കാനുള്ള മാർഗം നോക്കി അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അതിനെ വെറുതെ വിട്. വീണ്ടും വലിച്ചു കീറാതെ പുതിയ കഥയും കൊണ്ട് അടുത്ത ബോംബിനെ എന്നാന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് പറയുക. അപ്പോൾ നമുക്ക് കാണാം. ഇതൊന്നും എടുക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഈ കൊച്ചിനെ ഇങ്ങനെ ഒത്തിരി ഇത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ അതിന് പ്രതികരിച്ച് പോകുന്നതാണ്. എന്നാണെങ്കിലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ പറയുക. ആ കൂടെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.